പ്രിയപ്പെട്ടവരെ, യുദ്ധം അവസാനിക്കുകയല്ല. യുദ്ധം മേഖലയിൽ ആകെ വ്യാപിക്കുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൗദി അറേബ്യ ഇസ്രയേലിനും അമേരിക്കക്കുമൊപ്പം ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളിയാവുന്നു എന്നതാണ് പുതിയതായി വരുന്ന റിപ്പോർട്ട്. യുഎസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ മിഡിൽ ഈസ്റ്റ് ഐക്ക് നൽകിയ ഒരു റിപ്പോർട്ടിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇറാനെ ശിക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ സൗദി അറേബ്യയും UAEയും ഇപ്പോൾ സപ്പോർട്ടിംഗ് US ഇസ്രയേലി വാർ, ഇസ്രയേലും അതുപോലെ അമേരിക്കയും നടത്തുന്ന ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാനെ ശിക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ സൗദി അറേബ്യയും UAEയും പങ്കുചേരുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അതേസമയത്ത് മറ്റുള്ള GCC രാഷ്ട്രങ്ങളെ കുറിച്ച് വ്യക്തമായ യാതൊരു വിവരങ്ങളും ഇതിൽ നൽകിയിട്ടില്ല. പ്രധാനമായും സൗദി അറേബ്യയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ ഇത്തരം ഒരു നീക്കം നടന്നാൽ എന്തായിരിക്കും ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെ കാണാം, സൗദി അറേബ്യ അഗ്രീഡ് ടു ഓപ്പൺ കിങ് ഫഹദ് എയർബേസ് ഇൻ തായിഫ് ഇൻ വെസ്റ്റേൺ സൗദി അറേബ്യ ടു അമേരിക്കൻസ്. നമുക്കറിയാം, സൗദി അറേബ്യ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കിങ് ഫഹദ് എയർബേസ് തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് യുഎസിന്റെ വളരെ പ്രധാനപ്പെട്ട വക്താക്കളിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ആയി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏർലിയർ ദിസ് മന്ത്, ഈ മാസത്തിന്റെ തുടക്കത്തിൽ എൽബ്രിഡ്ജ് കോൾബി, എ സീനിയർ ഒഫീഷ്യൽ ഇൻ ദി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ, യുഎസിന്റെ യുദ്ധ മന്ത്രാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥർ അവർ പറയുന്നു, ഹെൽഡ് എ കാൾ വിത്ത് സൗദി അറേബ്യ ഡിഫൻസ് മിനിസ്റ്റർ ഖാലിദ് ബിൻ സൽമാൻ, who is also the brother and top advisor to Crown Prince മുഹമ്മദ് ബിൻ സൽമാൻ. മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയുടെ വലിയ ഉപദേഷ്ടാവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനു കൂടെയായ ഖാലിദ് ബിൻ സൽമാൻ യുഎസിന്റെ പ്രധാനപ്പെട്ട എൽബ്രിഡ്ജ് കോൾബി ഇദ്ദേഹവുമായി വലിയ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നത്. ഇതിന് കാരണം സൗദി അറേബ്യ പറയുന്നത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് GCC രാഷ്ട്രങ്ങൾക്ക് ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റിന് നേരെ ഉണ്ടായ ആക്രമണം, ഖത്തർ പറയുന്നത് $26 ബില്യൺ ഞങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് 2 വർഷം മുമ്പ് ഞങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നഷ്ടം $20 ബില്യൺ നഷ്ടമാണ് എന്നാണ്. ഈ ഗ്യാസ് പ്ലാന്റ് ഏകദേശം 80% നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഖത്തർ പറയുന്നത്. ഇതുപോലെ തന്നെ സൗദി അറേബ്യയും സമാനമായ രീതിയിൽ ബഹ്റൈൻ, അതുപോലെ കുവൈത്ത് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിലെ ഹൈഫയിൽ നടന്ന ആക്രമണത്തിൽ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഹൈഫയിൽ ഏകദേശം ഒരു 12 മണിക്കൂർ മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹൈഫയിലെ എണ്ണ റിഫൈനറി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇറാന്റെ മിസൈലുകൾ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അവസാനം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കൂടെ ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യാനുള്ള നീക്കം തന്നെയാണ് സൗദി അറേബ്യ നടത്തുന്നത് എന്ന കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ആ വീഡിയോയിൽ തന്നെ ചില സൂചനകൾ, ഇറാനിൽ ആക്രമണത്തിന് ഒരുങ്ങുന്നതിന്റെ സൂചനകൾ അതിൽ അടയാളപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇറാഖ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ വളർച്ചയിലൂടെ കടന്നു വരുന്ന ഘട്ടങ്ങളിലാണ് സൗദി അറേബ്യയുടെ സപ്പോർട്ടോടുകൂടെ ഇറാഖിനെ തരിപ്പണമാക്കിയത്. എന്നാൽ ഇറാന് അങ്ങനെ തരിപ്പണമാക്കാൻ സാധിക്കുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു നീക്കം സൗദി അറേബ്യ നടത്തിക്കഴിഞ്ഞാൽ ഇത് സൗദി അറേബ്യക്ക് സംഭവിക്കാൻ പോകുന്ന അനന്തരഫലം എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് സൗദി അറേബ്യയുടെ മാപ്പാണ്. ഈ സൗദി അറേബ്യയിൽ തായിഫിലെ നാം പറയുന്ന എയർബേസ് നിൽക്കുന്നത് തായിഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജിദ്ദയുടെ തൊട്ടടുത്താണ്. ഇവിടെയാണ് തായിഫ്. ഈ തായിഫിലുള്ള എയർബേസ് അമേരിക്കക്ക് ആക്രമിക്കാൻ നൽകുന്നതോടുകൂടെ സൗദി അറേബ്യ ഈ യുദ്ധത്തിലെ ഒരു പങ്കാളിയായി മാറുകയാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നായിരിക്കണമെന്നില്ല ഇതിനെതിരെയുള്ള കടുത്ത തിരിച്ചടി ഉണ്ടാവുക. നേരെ മറിച്ച് ഇതിനുള്ള തിരിച്ചാക്രമണങ്ങളെല്ലാം കാര്യമായി ഉണ്ടാവുക യമനിലെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നായിരിക്കും. ഇതോടുകൂടെ സംഭവിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ യുദ്ധത്തിലൊന്നും വലിയ രീതിയിൽ യമനിലുള്ള ഹൂത്തികൾ പങ്കാളികളായിട്ടില്ല. കാരണം സൗദി അറേബ്യ കടന്നു വരുമോ എന്നത് തന്നെയായിരുന്നു ഈ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. സൗദി അറേബ്യ കടന്നു വരികയാണെങ്കിൽ
അവരുടെ ആക്രമണങ്ങൾ സൗദി അറേബ്യയുമായി കേന്ദ്രീകരിക്കുക എന്ന് തന്നെയായിരിക്കും ഹൂത്തികളുടെ പ്രധാനപ്പെട്ട സൈനിക നീക്കം. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ പേർഷ്യൻ കടൽ ഇവിടെ അടച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത് അടക്കാൻ പോകുന്നത് ബാബുൽ മന്ദബ് എന്നറിയപ്പെടുന്ന മന്ദബ് സ്ട്രൈറ്റ് ആയിരിക്കും. ഈ ഒരു ഭാഗം ഇവിടെയും ഇതുപോലുള്ള ഒരു കടലിടുക്ക് യമനിന്റെയും ജിബൂട്ടിയുടെയും ഭാഗത്തായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെങ്കടലിലുള്ള ബാബുൽ മന്ദബ് യമനികൾക്കും ഇറാനിന് ഹോർമുസ് കടലെടുക്ക് അടക്കാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ അടക്കാൻ സാധിക്കും. അതോടുകൂടെ ഏകദേശം വലിയ ശതമാനം കപ്പലുകൾക്കും സർവീസ് നടത്താൻ പറ്റാതെ വരും. നമുക്കറിയാം, സൂയസ് കനാലിലൂടെ യൂറോപ്പിലേക്കെല്ലാം കടന്നു പോകുന്നത്, ഇസ്രയേലിലേക്ക് കടന്നു പോകുന്നതെല്ലാം ഈ ചെങ്കടൽ വഴിയാണ്, ബാബുൽ മന്ദബ് വഴിയാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, മുമ്പ് ഗസയിലെ യുദ്ധത്തോട് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഹൂത്തികൾ ഇവിടെ ഒരു പരിധിവരെ അടച്ചിരുന്നു. ആ ഘട്ടത്തിൽ കപ്പൽ സർവീസുകൾക്കെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഇനി ഇറാനും അതുപോലെ യമനും ചേർന്ന് നടത്തുന്ന ഒരു സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗവും അടച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തമായിരിക്കും ലോകത്തുണ്ടാവുക. മാത്രമല്ല, ഇപ്പോൾ ഈ GCC രാഷ്ട്രങ്ങൾ, ഖത്തർ അതുപോലെ എമിറേറ്റ്സ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് പേർഷ്യൻ കടൽ, ഗൾഫ് കടൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷെ ഇവിടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യക്ക് മറ്റൊരു പരിഹാരം ജിദ്ദയുടെ അവരുടെ പോർട്ടിലൂടെ ചെങ്കടൽ വഴിയും കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു പരിധി വരെ സാധിക്കും. എന്നാൽ ഇതുകൂടെ അടച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ എല്ലാ ഭാഗങ്ങളും ഇതോടെ അടക്കപ്പെടും. എന്നാൽ സുയസ് കനാൽ വഴി കപ്പലുകൾക്ക് ഇങ്ങോട്ട് സർവീസ് നടത്തിയാൽ പോലും ഹൂത്തികൾ ഒരുപക്ഷെ ആ കപ്പലുകളെയും ഹൂത്തികൾ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇറാനും ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന, നമുക്കറിയാം സൗദി അറേബ്യയിലൊക്കെ ഇത്രമാത്രം ശക്തമായ ആക്രമണം നടത്തുമ്പോൾ, ഖത്തറിൽ ഇത്രമാത്രം വ്യക്തമായ ആക്രമണം നടത്തുമ്പോൾ, UAE-യിൽ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. GCC രാഷ്ട്രങ്ങൾ ഇതിൽ പങ്കാളികളായേക്കാം, അവരുടെ ബേസുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയേക്കാം. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹൂത്തികൾ ഈ യുദ്ധത്തിൽ ഇപ്പോഴൊന്നും ഇറങ്ങാതെ ഒരു ഘട്ടം മറ്റൊരു തരങ്ങളിലേക്ക് യുദ്ധം പോയാൽ അതിൽ ഇവിടെ നിന്ന് ആക്രമണം നടത്താൻ ഒരു 500 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ തോയിഫ് എയർപോർട്ട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, സൗദി അറേബ്യയുടെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും ഏകദേശം 1000 കിലോമീറ്റർ താഴെയായിരിക്കും റിയാദ് അടക്കമുള്ള സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ എല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെ ആക്രമണം നടത്താൻ സൗദി അറേബ്യയെ സാധിക്കുമെന്നത് സംശയമില്ല. മാത്രമല്ല, ഇറാനും വളരെ എളുപ്പത്തിൽ സൗദി അറേബ്യ ആക്രമിക്കാൻ സാധിക്കും. ഇപ്പോൾ അവർ ആക്രമണം നടത്തുന്നത് സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ പ്രോപ്പർട്ടികൾക്ക് എതിരെയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ ലിങ്ക്ഡ് കമ്പനികൾക്ക് നേരെയാണെങ്കിൽ, സൗദി അറേബ്യ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നതോടുകൂടെ സൗദി അറേബ്യയുടെ എല്ലാ മേഖലകളെയും ലക്ഷ്യം വെക്കുന്നതിലേക്ക് ഇറാൻ മാറിക്കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമായിരിക്കും സൗദി അറേബ്യയിൽ ഉണ്ടാക്കുക. എന്തായിരുന്നാലും ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഖത്തറോ അല്ലെങ്കിൽ ബഹ്റൈൻ, അതുപോലെ ഒമാൻ തുടങ്ങിയ, കുവൈത്ത് തുടങ്ങിയ രാഷ്ട്രങ്ങൾ നീങ്ങുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇറാൻ ആ ഒരു കാരണത്താൽ ഈ രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും സൗദി അറേബ്യയെയും UAE-യെയും കാര്യമായി ലക്ഷ്യം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ യുദ്ധം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ഒരു സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചെങ്കടലിൽ ഉണ്ടായേക്കാവുന്ന ഹൂത്തികളുടെ പ്രതിരോധങ്ങളെ, ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെങ്കടലിന് നേരെയുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ ഒരുപക്ഷെ അമേരിക്കക്ക് സാധിക്കും. മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം. മുമ്പ് വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിച്ചായിരുന്നു ഹൂത്തികളെ അമേരിക്ക നേരിട്ടിരുന്നുവെങ്കിൽ ഈ കപ്പലുകൾക്ക് ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ജെറാൾഡ് ആർഫോർഡ് ഇപ്പോൾ വലിയ 30 മണിക്കൂറോളം തീ കത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അബ്രഹാം ലിങ്കൻ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. എന്നാൽ ഇവിടെ നിന്ന് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലേക്ക് അടുക്കാൻ കഴിയില്ല. അടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകും. അതേസമയത്ത് തോയിഫ് എയർബേസ് ലഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് വ്യക്തമായി ഒരു കപ്പലിന്റെ അകമ്പടി ഇല്ലാതെ തന്നെ ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ ഹൂത്തികൾ ഈ എയർബേസ് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങും എന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ ഒരുപക്ഷെ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ബേസിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലുള്ള റിയാദിലുള്ള അമേരിക്കൻ ലിങ്ക്ഡ് ആയിട്ടുള്ള എയർബേസ് ഇപ്പോൾ നിരന്തരം ആക്രമണത്തിന് വിധേയമായ എയർപോർട്ട്, ഈ എയർബേസ് എന്തുകൊണ്ട് അമേരിക്ക ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയുള്ള
റഡാർ സംവിധാനങ്ങൾ, അതുപോലെ റൺവേകൾ, ഇങ്ങനെ തുടങ്ങി പല ഭാഗത്തും ശക്തമായ ആക്രമണം നടന്ന് പലതും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് തകർന്നിട്ടുണ്ട് എന്ന് ഒരു നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാരണം, സൗദി അറേബ്യക്ക് നേരെ, ഈ ബേസിന് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. അതേസമയത്ത് ഡ്രോണുകൾക്ക് ആക്രമിക്കാൻ ത്വായിഫിലെത്തുമ്പോൾ ഒരുപാട് സൗദി അറേബ്യയുടെ മേഖല, വ്യോമ മേഖല കടന്നു വരണം. അതിനിടയിൽ ഡ്രോണുകളെ തകർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയായിരിക്കും ഇതിലൂടെ ഉണ്ടാവുന്നത്. എന്തായിരുന്നാലും യുദ്ധങ്ങളുടെ ഗതി സൗദി അറേബ്യയോ UAE ഇതിലേക്ക് കടന്നു വരുന്നതോടുകൂടെ മാറും എന്നതിൽ സംശയമില്ല. ഇത് നമ്മുടെ പ്രവാസ ലോകങ്ങളെയൊക്കെ വളരെ കൂടുതൽ മോശകരമായ രീതിയിൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.